ജസ്റ്റിന വരുന്ന വഴിയാണോ? അതെ. ഇതെന്താ ഇതിൽ ഓടി വരുന്നത്? ഏയ് ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി. ഏത് ഈ കൊച്ച്? അതൊക്കെ പിന്നെ പറയാം. നല്ല ടയേർഡാ. നാളെ കാണാം. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഒരുപാട് പറഞ്ഞ കാര്യങ്ങളല്ലേ. ബൈ ബൈ. നാളെ കാണാം. രാത്രിയെ വീട്ടിൽ വരാം. അയ്യോ വേണ്ട വേണ്ട. ജോമോൻ പൊക്കേ. മോളെ അമ്മേ. എന്താ അമ്മേ ഫുള്ള് അഴുക്ക. രാവിലെ ഇറങ്ങിയതല്ലേ, ഞാനൊന്ന് കുളിക്കട്ടെ. വാ. ഇതേതാ മോളെ ഈ കുട്ടി? ഇവന്റെ പേര് അനീജ് എന്നാമ്മേ. വഴി കിടന്ന് കിട്ടിയതാ അല്ലേടാ. മടിച്ചിക്കാതെ കേരടാകത്തേക്ക്. എല്ലാം ഞാൻ പറയാമേ, ഇങ്ങ് വാ. കഴിഞ്ഞ ആഴ്ച നിന്റെ ഇന്റർവ്യൂ ടി വിയിൽ വന്നപ്പോൾ ചാച്ചന് ഭയങ്കര സന്തോഷമായിരുന്നു. അതെ, ടി വിക്കാർക്ക് അതൊരു പുതുമയുള്ള കാര്യമല്ലേ. ഒരു കന്യാസ്ത്രീ ക്യാമറയും തൂക്കി പുറത്തേക്ക് ഇറങ്ങുക, ഷൂട്ട് ചെയ്യുക. ഒരു കൗതുകം. മടത്തിന്ന് എതിർപ്പൊന്നും ഇല്ലേ മോളെ? ഞാൻ അമ്മേനോട് പറഞ്ഞല്ലേ, എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേ പിന്നെ അതൊക്കെ മാറി. ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നത് റെജി റിജോയുവാ. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയാലും പ്രോബ്ലം ഒന്നുമില്ല. പള്ളിയിൽ നിന്ന് അച്ഛൻ ചാച്ചനെ വിളിച്ചിരുന്നു. ഇതൊന്നും അത്ര ശരിയല്ലെന്നാ ചാച്ചനോട് അച്ഛൻ പറഞ്ഞത്. ഇതിനെന്താ അമ്മ ഇത്ര ശരിക്കേട്? ഇതൊരു ജോലി മാത്രമല്ലേ. നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യുന്നു. സ്കൂളിൽ തന്നെ സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നു, ഹോസ്പിറ്റലും ജോലി ചെയ്യുന്നു, ഡോക്ടേഴ്സായിട്ടും നഴ്സായിട്ടും ഒക്കെ ജോലി ചെയ്യുന്നു. ഇതും അതുപോലെ കണ്ടാൽ മതിയല്ലോ. എനിക്കൊന്നും അറിയില്ല. എന്തായാലും കേരളത്തിലെ ആദ്യത്തെ ക്യാമറ ഞാൻ നീയാണെന്ന് ടി വിന്ന് എനിക്ക് മനസ്സിലായി. നീ പോകുന്നതിൽ അമ്മയ്ക്ക് സന്തോഷക്കുറവൊന്നുമില്ല. നീ ഇവനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. മടമക ഓർഫനേജിലുള്ളതാ. ഞാനൊരു ഷൂട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാ. അപ്പൊ ഇവര് വീട്ടിലൊക്കെ വിടുവോ? അവർക്കും ഇല്ലേ അമ്മ ആഗ്രഹങ്ങള്? അമ്മ പിന്നെ ടെറസിന് മോള് പോണം പോലും. വേണ്ട വേണ്ട, ഇവിടെ നിന്ന് കളിച്ചാ മതി. വാടാ. ചാച്ചനെ കണ്ടില്ലല്ലോ അമ്മേ. ചാച്ച മോള് വരുന്ന സന്തോഷത്തില് രാവിലെ മുതലേ ഓടി നടക്കുകയായിരുന്നു. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം. സ്വർഗസ്നായ ഞങ്ങൾ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തീരുമാനിച്ച സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അയ്യോ. ജസ്റ്റിന, ജസ്റ്റിന,
എന്റെ ഈശോയെ, ജോമോനെ നിന്നോടല്ലേ ഞാൻ വരില്ലെന്ന് പറഞ്ഞത്? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അതൊക്കെ പിന്നെ, ഇപ്പൊ നീ പോയേ. ഹേയ് ജസ്റ്റിന പ്ലീസ്. ജോമോനെ നീ ഒന്ന് പോ. ജസ്റ്റിന, എനിക്കിപ്പോഴും നിന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാവോ? ജസ്റ്റിന. വേണ്ട. മോളെ ദാ. ജസ്റ്റിന, ഞാനൊരു കാര്യം പറയട്ടെ? അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നീ ഇപ്പൊ ഒന്ന് പോ ജോമോനെ. ഞാൻ പൊയ്ക്കോളാം. പ്ലീസ്, അമ്മ കണ്ട ആകെ പ്രശ്നമാവും. ആരും കാണില്ല. എത്ര വട്ടം ഞാനിവിടെ വന്നിരിക്കുന്നു. അതൊക്കെ നീ മറന്നുപോയോ? നീ ഇപ്പൊ മുമ്പത്തെക്കാളും ഒരുപാട് ഭംഗി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നീ എന്ത് സുന്ദരിയാന്നറിയാവോ? നിനക്കതൊക്കെ തോന്നും. നീ ഇപ്പൊ ഒന്ന് പോയേ. ചെല്ല്. ഗുഡ് നൈറ്റ്. നാളെ കാണാം. നീ ഇന്നലെ എന്ത് പണിയാ കാണിച്ചത്? രാത്രി വീട്ടിൽ വരാന്നൊക്കെ പറഞ്ഞോ? ആരെയും കണ്ട എന്താ അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു കന്യാസ്ത്രീയല്ലേ? നീ അതാലോചിക്കണ്ടേ? എനിക്കൊന്ന് കാണണമെന്ന് തോന്നി, വന്ന് കണ്ടു. പഴയ ജസ്റ്റീനയല്ല ഞാൻ. ഞാൻ ഇന്ന് പുതിയൊരു ജീവിതം നയിക്കുക. അതിനൊരു ചട്ടക്കൂടുണ്ട്, ഒരു പവിത്രതയുണ്ട്. അതൊന്നും മറക്കരുത്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. എനിക്ക് കാണണമെന്ന് തോന്നി, വന്ന് കണ്ടു. ജോമോൻ എപ്പോൾ വേണേലും എന്നെ വന്ന് കാണാം, എവിടെ വെച്ചു. പക്ഷേ അതൊരു നല്ല സുഹൃത്തെന്ന നിലയിൽ മാത്രമായിരിക്കണം. അതിനു മുമ്പ് നമുക്കിടയിലുണ്ടായിരുന്ന ഇഷ്ടവും സ്നേഹമെല്ലാം ഞാൻ ഈ ഉടുപ്പിട്ടതോടുകൂടെ തീർന്നു. ഇതാ മേരിയുടെ പുതപ്പല്ലേ? അല്ലേ? ആ, അത് തന്നെ എനിക്കും അറിയേണ്ടത്. അവളുടെ ഒരു പുതപ്പ്. ആ, ഇതാ പരമന്റെ ഭാര്യയല്ലേ? ഓളെവിടെ ഇപ്പൊ രാവിലെ തന്നെ തുണി തൂക്കി പിടിച്ചോണ്ട് പോണ്. ഓ അതല്ല, നല്ല പരിചയ തുണിയാണ്. അതെ ചേട്ടാ,